ഇന്നിതാ നോമ്പ് തുറക്കാൻ ഒരു സ്പെഷ്യൽ കറി ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ ഞാൻ. അപ്പോൾ ഇതാ കുറേ മാങ്ങ പറിച്ചിട്ടുണ്ട് കേട്ടോ. കുഞ്ഞാണിയൊക്കെ മാവുമെന്ന് ഒരുപാട് മാങ്ങ പറിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എന്നാൽ മാങ്ങ വെച്ചിട്ട് തന്നെ ഒരു കറി ഉണ്ടാക്കാമല്ലോ വിചാരിച്ചു കേട്ടോ. ഇപ്പോൾ നോമ്പായതുകൊണ്ട് ഞാൻ എന്നും പത്തിരിയൊക്കെ തന്നെയാണ് ഉണ്ടാക്കൽ. ഇന്ന് പത്തിരി ഉണ്ടാക്കണില്ല, ഇന്ന് ചോറും കറി ഉണ്ടാക്കാമല്ലോ വിചാരിച്ചു. അത് മാത്രമല്ല, കപ്പ ഉണ്ട് കേട്ടോ. അത് കപ്പയിലേക്ക് പറ്റുന്ന ഒരു കറി തന്നെ ഉണ്ടാക്കണമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ടതാ ഞാൻ 2-3 കണ്ണിമാങ്ങ, ചെറിയ മാങ്ങയാണ് കേട്ടോ. കണ്ണിമാങ്ങ നല്ല കോമാങ്ങയാണേ. അപ്പം അത് തൊലി കളഞ്ഞ് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് നുറുക്കിയെടുക്കുകയാണ്. ഇത് നുറുക്കിയിട്ട് ഇതിൽ കൂടെ 2 തക്കാളിയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് ഒരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഞാൻ. അപ്പോൾ ഇത് തക്കാളിയൊക്കെ നമ്മൾ കഴുകി എടുത്തിട്ടുണ്ട്. നമ്മൾ പച്ചക്കറിയൊക്കെ കടയിൽ നിന്ന് വാങ്ങണ പച്ചക്കറിയൊക്കെ നമ്മൾ കുറേ സമയം വാങ്ങി വെള്ളത്തിലിട്ട് വെച്ചിട്ട് വേണം കഴുകി വൃത്തിയാക്കി എടുക്കാൻ. പച്ചമുളകും തക്കാളിയൊക്കെ കടയിൽ നിന്ന് വാങ്ങിയത് തന്നെയാണ് കേട്ടോ. മുളകൊക്കെ വാങ്ങിയിട്ട് മുളക് മൂത്ത് പഴുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ കീറി തക്കാളിയും പച്ചമുളകും മാങ്ങയൊക്കെ കീറി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് വെളുത്തുള്ളിപ്പൊടി ഇഞ്ചിയും കൂടെ എടുത്തിട്ട് ഇതൊന്ന് ചതച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലല്ല ചതക്കണത്, ഞാനിങ്ങനെ ഒരു കല്ലുരലിലാണ് കേട്ടോ ചതക്കണത്. ഇത് ചതച്ച് എടുത്തിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് എടുത്തിട്ട് നമുക്ക് ഒരു കറി ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള കറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം ഇങ്ങനെ ഒരുക്കി വെച്ചിട്ട് ഇനി അങ്ങോട്ട് കുക്ക് ചെയ്യാമല്ലോ വിചാരിച്ചു. ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് ശേഷം വിറകടുപ്പത്തല്ല കുക്ക് ചെയ്യണത്, ഗ്യാസ് അടുപ്പത്താണ്. അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് ഉലുവയും കടുവും പൊട്ടിയതിന് ശേഷം നമ്മളിതാ ഈ സംഭവങ്ങളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. നമ്മൾ കണ്ണിമാങ്ങയും തക്കാളിയും പച്ചമുളകും നമ്മൾ ഇഞ്ചിയും പിന്നെ വെളുത്തുള്ളിയും ചതച്ചതും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കട്ടെ. നമുക്ക് ഉപ്പിട്ട് കൊടുക്കുമ്പോൾ അതൊന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടും. ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില പൊട്ടിച്ച് കൊണ്ടുവരണം കേട്ടോ. അപ്പോൾ ഞാൻ 2 കറിവേപ്പിൻ്റെ പൊട്ടിച്ച് കൊണ്ടുവന്ന് അതും കഴുകി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തണ്ട് കൊടുക്കണ കറിവേപ്പില ഇട്ട് കൊടുക്കണേ, അതൊക്കെ ഒരു ടേസ്റ്റാണ്. പിന്നെ നമുക്ക് പാകത്തിന് മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രം ഇതിലേക്ക് ഇട്ടാൽ മതി കേട്ടോ. ഇനി നമുക്ക് പുളിയൊന്നും ഇതിലേക്ക് ഒഴിക്കണ്ട. ഈ മാങ്ങേൻ്റെയും തക്കാളിൻ്റെയും പുളി തന്നെ ഈ ചാറിനുണ്ടാവും. ഇനി ആവശ്യത്തിനുള്ള ചാറിനുള്ള ഒരു വെള്ളം നമുക്ക് ഇതിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലോണം തിളച്ച് മാങ്ങയും തക്കാളിയും പച്ചമുളകൊക്കെ വെന്തപ്പോൾ ഞാൻ കുറച്ച് ബത്തൽ മീനുണ്ട് കേട്ടോ, നന്നാക്കി ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളെ കപ്പ കൂട്ടാൻ വെച്ചിട്ടുണ്ട്, അതിക്ക് പറ്റിയൊരു കറിയാണ്, ചോറുക്കും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ബത്തൽ മീൻ ഇതിലേക്ക് അങ്ങോട്ട് നന്നാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ബത്തൽ മീൻ പൊരിക്കും ചെയ്യണം. ഇനി നമുക്കിത് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ പൊരിക്കാനുള്ള മീനിൽ ഞാൻ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പൊക്കെ ഇട്ട് കുഴച്ച് മീൻ കറി വാങ്ങി വെച്ചതിന് ശേഷം ബത്തൽ മീൻ ചട്ടിയിലിട്ട് പൊരിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറക്കാൻ സ്പെഷ്യൽ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, തരി ഉണ്ടായിരുന്നു, വത്തക്കൊണ്ട് ജ്യൂസൊക്കെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നോമ്പ് കഴിഞ്ഞിട്ട് നമുക്ക് അടിപൊളി വീഡിയോ ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിലൂടെ നിങ്ങൾ അറിയിക്കണം. അപ്പോൾ ഒരു വ്ളോഗായിട്ട് ചെയ്യാൻ വേണ്ടി അത്രയും ഒരു ഐറ്റംസ് ഒന്നും ഇതിലില്ല, ഉള്ളത് വെച്ചൊരു വീഡിയോ ചെയ്തതാണ്. അപ്പോൾ കമൻറ്റിൽ കണ്ടിരുന്നു താത്ത കുക്കിംഗ് വീഡിയോ ഇല്ലേന്ന് ചോദിച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ബത്തൽ മീനൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടണം. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ചോറുക്ക്. അപ്പോൾ കപ്പ കൂട്ടാൻ വെച്ചിട്ടുണ്ട്. അതാണ് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട്. നല്ലോണം വീട്ടിലുണ്ടായ കപ്പയാണ് കേട്ടോ, അമ്മാൻ്റെ അടുത്ത് ഉണ്ടായതാണ്, ഉമ്മ തന്നതാണ് ഒരു കിഴങ്ങ്. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബത്തൽ മീൻ എടുത്തിട്ടുണ്ട്. നോമ്പ് തുറക്കലൊക്കെ കഴിഞ്ഞ് 9 മണിയാകുമ്പോഴാണ് ഇപ്പോൾ ഇത് കഴിക്കണത്. രാത്രി ബത്തലിൻ്റെ ഒരു കറി ഒഴിച്ച് ഇന്നത്തെ